നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് മാതാപിതാക്കൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിലെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ. ഇതവരുടെ പഠനത്തെയും പെരുമാറ്റ രീതിയെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടാണ് പേരൻസിന് കൂടുതലും ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ പൂർണ്ണമായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം? ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് അതേക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വിചാരങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. എന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ആകാംക്ഷയുടെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണ്. സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട് അവർ കാണുന്ന കാഴ്ചകൾ അവരുടെ ബ്രെയിൻ സിസ്റ്റത്തെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സമയത്ത് ഡൊപ്പാമൈൻ എന്ന ഹോർമോൺ ബ്രെയിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രെയിനിന് ഒരു പ്രത്യേക സൂത്തിങ് എഫക്റ്റ് ഈ സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ട്. ഈ ആകാംക്ഷയുള്ള കാര്യങ്ങൾ കാണാനുള്ള ഒരു ടെൻഡൻസി ബ്രെയിൻ വീണ്ടും വീണ്ടും അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവരിത് കാണുന്ന സമയത്ത് ബ്രെയിൻ ഒരു പ്രത്യേക തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു ക്രിയേഷൻ വേണ്ട, ഒരു പഠനം വേണ്ട. അതുകൊണ്ട് തന്നെ ഇതൊരു ഈസി ജോബാണ്. കാണുക എന്ന് പറയുന്ന ഒരു ഈസി ജോബാണ്. തന്നെയല്ല ഇവർ കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചില സീനുകൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മനസ്സ് എപ്പോഴും വർത്തമാനകാലത്തിലായിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരധികം ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർ നിരന്തരം കാണുകയും കേൾക്കുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ബ്രെയിനിലേക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. തന്നെയല്ല ചില കുട്ടികളെ സംബന്ധിച്ച് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു ഈസി മെത്തേഡാണ്, ഒരു ത്രില്ലുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ ഉപദേശങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്യത്തില്ല. ഉപദേശം മാത്രമല്ല, വഴക്ക് പറച്ചിൽ, ശിക്ഷണം ഒന്നും ഈ ഒരു കാര്യത്തിനകത്ത് പോസിറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് പേരൻസ് എന്ത് ആക്ഷൻ എടുക്കുന്നു, ഇവിടെ ആക്ഷനാണ് പ്രധാനം. ഇവിടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഈ സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്കറിയത്തില്ലയോ എങ്കിൽ ഇവരിത് ദുരുപയോഗം ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നെറ്റ് കണക്ഷൻ അവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേരൻസിന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള പ്രൈവസിയിൽ ഇവരിത് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കണം. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കണം. തന്നെയല്ല അവരിത് ഉപയോഗിക്കുന്ന സമയം നിങ്ങളുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം. അതുപോലെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണൊക്കെ ചില സാഹചര്യത്തിൽ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ പേരൻസ് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികൾ പഠിക്കേണ്ടത് പുസ്തകത്തിൽ കൂടിയാണ്, അല്ലാതെ മൊബൈൽ ഫോണിൽ കൂടെ അല്ല. അപ്പോൾ ഇവിടെ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അമിതമായിട്ടുള്ള ഏകാഗ്രതയോടെ ഇത് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് അവരെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുക. അതുപോലെ അവർ ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം നിങ്ങൾ ചോദിക്കുന്ന പോലെ ആയിരിക്കരുത്, ഒരു സ്വാഭാവികമായ രീതിയിലായിരിക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ അവരറിയുകയും കേൾക്കുകയും കാണുകയും ഒക്കെ വേണം. അപ്പോൾ ഇവിടെ പേരൻസും കുട്ടികളെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ. ആ ഒരു സിദ്ധാന്തത്തിൽ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും വളരെ ഏകാഗ്രതയോടെ അതിൽ മുഴുകിയിരുന്ന് പഠിക്കുക. എന്നാൽ കളിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്ന സമയത്ത് അത് കാണുക. അപ്പോൾ ഓരോന്നിനും ഓരോ സമയം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾക്ക് അല്ലെങ്കിൽ പഠനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്നതിന് ഒരു പ്രത്യേക സമയം ക്രമപ്പെടുത്തണം. ഈ സമയത്തല്ലാതെ ഒരു കാരണവശാലും അത് കൈകൊണ്ട് തുടരുത്, അല്ലെങ്കിൽ ആ ഫയൽ ഓപ്പൺ ആക്കരുത്. ഇനി പേരൻസ് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ തന്നിട്ട് കാണാൻ പറഞ്ഞാലും ഇത് മൊബൈൽ ഫോൺ കാണുന്ന സമയമല്ല, ഞാനിപ്പോൾ ഇത് കാണത്തില്ല എന്ന് പറയാൻ കഴിയണം.
കാരണം ഇവിടെ കാഴ്ചക്കാരനാകുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ബ്രെയിനിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കാര്യം കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു, അതൊരു സ്മാർട്ടായിട്ടുള്ള ഒരു കർമ്മമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ കാണുന്നത് മറ്റൊരാളിൻ്റെ ക്രിയേഷനാണ്. അവിടെ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, അതിനകത്ത് യാതൊരു നിയന്ത്രണവുമില്ല. തന്നെയല്ല, ഒരു കാഴ്ചക്കാരനാകാൻ ആർക്കും പറ്റും. പകരമായിട്ട് പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിനകത്താണ് നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങളെ സ്മാർട്ടാക്കുന്നത് എപ്പോഴും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. എന്ന് വെച്ചാൽ, പഠിക്കുന്ന സമയം ഇത് കാണാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടോ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊരു വല്ലാതെ ബോറിങ് തോന്നുന്നു, വല്ലാത്ത ഒരു മടുപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ വല്ലാത്തൊരു ലേസിനെസ് തോന്നുന്നു. അതിൻ്റെ അർത്ഥം മനസ്സ് മറ്റെന്തോ ആഗ്രഹിക്കുന്നു, മറ്റെന്തോ ഒരു സാഹചര്യത്തിൽ മനസ്സിങ്ങനെ ഏകാഗ്രമാകാൻ ട്രൈ ചെയ്യുന്നു എന്നതാണ്. എനിക്ക് തോന്നുന്നു ചില പേരൻസിനെയൊക്കെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ, നിങ്ങൾ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്നു, അവരിങ്ങോട്ട് വരുന്ന സമയത്ത് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ മാറ്റി നിങ്ങൾ പഠിക്കുകയാണെന്ന് വേണമെങ്കിൽ അവരെ ധരിപ്പിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പറ്റിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും നിങ്ങളുടെ സമയമാണെന്ന്. ആ സമയത്തെയാണ് ഇവിടെ നിങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് സമയം ക്രമപ്പെടുത്തണമെന്ന്. പഠിക്കാനുള്ള സമയത്ത് നിങ്ങൾ ഈ സ്ക്രീൻ കാണുന്നത് 100% ഒഴിവാക്കണം. അതുപോലെ നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യണം. നിങ്ങൾ അതിനകത്ത് ബിസി ആയിരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ സമയവും ഊർജ്ജവും കഴിവും ഒക്കെ കൂടുതലായിട്ട് വിനിയോഗിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടി, സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ, ഇതൊക്കെ ഒരു റിലാക്സേഷന് വേണ്ടി മാത്രം കാണുക. എന്നാൽ ഇപ്പോൾ ചില കുട്ടികൾ ചെയ്യുന്ന അങ്ങനെയല്ല. സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് അവരുടെ മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നു. പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് വല്ലാത്തൊരു മുഷിപ്പും ഒരു വിരക്തിയും തോന്നുന്നു. ഇത് ക്രമേണ നിങ്ങളുടെ മനസ്സിനകത്തൊരു ഫ്രസ്ട്രേഷൻ, അതുപോലെ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവാൻ കാരണമാകും. അപ്പോൾ ഇവിടെ പേരൻസിന് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ തന്നെയല്ല, ടി വി കാണുന്നതിനൊരു പ്രത്യേക സമയം വെക്കണം. എന്ന് വെച്ചാൽ, കുട്ടികളുള്ള സമയത്ത് വീട്ടിൽ ടി വി ഓൺ ആക്കുന്നതിന് ഒരു പ്രത്യേക സമയം വെക്കണം. നിങ്ങൾ അവരോട് പഠിക്കാൻ പറഞ്ഞിട്ട് അപ്പുറത്ത് മാറിയിരുന്ന് നിങ്ങൾ മൊബൈൽ കാണുമ്പോൾ അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ അവരുടെ ശ്രദ്ധ അതിനകത്തായിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, പഠിക്കുന്ന കുട്ടികളുള്ള വീടുകളിൽ ടി വി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ പേരൻസ് അതിനൊരു പ്രത്യേക സമയം ഏർപ്പെടുത്തുക. അപ്പം നിങ്ങളൊരു പ്രത്യേക സമയം ഏർപ്പെടുത്തുന്നു, നിങ്ങളത് ചിട്ടയായിട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവരും ആ ഒരു രീതി അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇത് കാണുന്നതിന് പകരം മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. നമ്മുടെ ഒരു ബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണോ ഹാബിറ്റായിട്ട് മാറിയിട്ടുള്ളത്, ഡെയിലി ചെയ്ത് ഹാബിറ്റായിട്ട് മാറിയിട്ടുള്ളത്, അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസി മനസ്സെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. ഇനി അത് ചെയ്തില്ലെങ്കിൽ ആദ്യമൊക്കെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുകയും ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് മനസ്സിന് മറ്റെന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, കളികളിലേക്ക് ഒക്കെ ശ്രദ്ധ തിരിച്ചു വിടുക. എന്ന് വെച്ചാൽ, ഈ സ്ക്രീനുമായിട്ട് ബന്ധമില്ലാത്ത മറ്റെന്തെങ്കിലും കളികളിൽ ഏർപ്പെടുക ഒഴിവ് സമയങ്ങളിൽ. അതുപോലെ നിങ്ങളൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നു, പക്ഷെ അത് പൂർത്തിയായില്ല, പക്ഷെ നിങ്ങളുടെ കാണുന്നതിനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആ സമയം കഴിഞ്ഞു എങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി അടുത്ത സമയം, ഇതിനുള്ള ഒരു അടുത്ത സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്ത് മാത്രമേ കാണാവുള്ളൂ. ആ രീതിയിൽ മനസ്സിനെ കണ്ടീഷൻ ചെയ്ത് വെക്കണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.